നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒക്ടോബറിലെ പരീക്ഷാ കലണ്ടറൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് പരീക്ഷ എല്ലാവരും കാത്തിരുന്ന ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ ഒക്ടോബർ മാസത്തിലില്ല. അപ്പോൾ എക്സാം എപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത്? നവംബറിലാണ്. നിങ്ങൾക്ക് ഒരു മാസം കൂടി ബോണസായിട്ട് കിട്ടിയിരിക്കുകയാണ് അല്ലേ? ഒക്ടോബറിൽ എക്സാം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഒക്ടോബറിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പോലുള്ള പരീക്ഷകളാണുള്ളത്. കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ഒക്ടോബറിലെ എക്സാം കലണ്ടറിൽ ഇല്ല. അപ്പോൾ ഇനി നവംബറിലാണ് പരീക്ഷ നടക്കാനുള്ള ചാൻസ്. ഒക്ടോബർ കൊണ്ട് ഡിഗ്രി മെയിൻസ് തീർക്കുമെന്നായിരുന്നു വാർഷിക കലണ്ടറിൽ PSC പറഞ്ഞതെങ്കിലും ഒക്ടോബറിലെ കലണ്ടർ പ്രസിദ്ധീകരിച്ചപ്പോഴത്തേനും അതിനകത്ത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ ഇതിനു വേണ്ടി തയ്യാറെടുക്കുമെന്ന് നോക്കാം. ഇനി നിങ്ങളുടെ മുന്നിൽ കൃത്യമായി പറഞ്ഞാൽ 90 ദിവസമാണ്. ജൂലൈയിൽ ഇനി ഒരു 5 ദിവസമുണ്ട്. ആ 5 ദിവസവും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 95 ദിവസം. എല്ലാ മാസവും നമ്മളൊരു 30 ദിവസം വെച്ച് ഒരു ദിവസം നമ്മൾ വിടുന്നു. ഇനി വരുന്ന മാസങ്ങളിൽ നമുക്ക് ഓഗസ്റ്റിലൊക്കെ 31 ദിവസമുണ്ട്, പോട്ടെ. ഓഗസ്റ്റിൽ 30 ദിവസം, സെപ്റ്റംബറിൽ 30 ദിവസം, ഒക്ടോബറിൽ 30 ദിവസം. ആ ദിവസങ്ങളെടുത്താൽ 90 ദിവസമായി. പിന്നെ ഒരു 5 ദിവസം ജൂലൈയിൽ കിടപ്പുണ്ട്. എങ്ങനെയായാലും നമുക്ക് റൗണ്ട് ചെയ്തിട്ടൊരു 90 ദിവസം കൂട്ടാം. ഇനിയുള്ള 90 ദിവസം അല്ലേ, 3 മാസം കൊണ്ട് നിങ്ങളുടെ കൃത്യമായ പഠനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് റാങ്കിലെത്തും. ഒക്ടോബറിൽ പരീക്ഷയില്ലെന്ന് കഴിഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഒരു മാസവും കൂടി എക്സ്ട്രാ കിട്ടിയേക്കുകയാണ്. ആ സമയം എങ്ങനെ, വളരെ വലിയൊരു സിലബസാണ് ഡിഗ്രി ലെവൽ മെയിൻസിനെന്ന് പറയുമ്പോൾ. നിങ്ങൾ LGSൻ്റെ പരീക്ഷയിൽ വരെ +1 +2 ടെക്സ്റ്റിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഡിഗ്രി ലെവലിൽ എന്തൊക്കെ സോഴ്സുകൾ നമുക്ക് കണ്ടെത്താമോ മാക്സിമം വിവരങ്ങൾ പഠിക്കണം. ആദ്യം ബേസിക് ഫാക്റ്റുകൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ളവർക്കായാലും, ജോലിക്ക് പോയി പഠിക്കുന്നവർക്കായാലും വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നവർക്കായാലും ഈ 90 ദിവസം ഫലപ്രദമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റാങ്കിലെത്താം. അറിയാലോ, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് ഒരുപാടധികം വേക്കൻസി ഉള്ള പോസ്റ്റാണ്. നിങ്ങൾ റിസൾട്ട് വരുന്നത് വരെ കാത്തു നിൽക്കണ്ട. റിസൾട്ട് വന്നോട്ടെ. നിങ്ങളുടെ ഒരു മാർക്ക്, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മുന്നുള്ള വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, എത്ര മാർക്ക് റേഞ്ചിലുള്ളവരാണ് പഠനം തുടങ്ങേണ്ടതെന്ന്. നിങ്ങൾക്കൊരു 38 മാർക്ക്, ഒരു 37 മാർക്ക്, പോട്ടെ ഒരു 35-ന് മുകളിലോട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊള്ളുക. കാരണം സെയിം സിലബസ് തന്നെയാണ് നമ്മുടെ VFയ്ക്കും വരുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്കത് പ്രയോജനപ്പെടും. അപ്പോൾ റിസൾട്ട് വരാറായോ എന്നൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ട്. സ്വാഭാവികമാണ്. റിസൾട്ട് വന്നിട്ട് എൻ്റെ പേര് കാണുമോ, പഠിക്കാൻ തോന്നുന്നില്ല. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇതേ പ്രശ്നമുണ്ട്. നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾക്ക് വേറെ ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരുപാട് എക്സാം വരുന്നില്ലേ. നിങ്ങൾ റിസൾട്ടിനെ കുറിച്ച് ആശങ്കപ്പെടാതെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ളൊരു പഠനം സ്റ്റാർട്ട് ചെയ്തു കൊള്ളുക. റിസൾട്ട് വരുമ്പോൾ വരട്ടെ. റിസൾട്ട് വരുന്നതിനെക്കാട്ടി മുന്നേ കുറച്ച് പഠിച്ച് തീർത്താൽ ഈ റിസൾട്ട് വന്നിട്ട് ഓടിപ്പിടിച്ച് പഠിക്കാൻ ഇരിക്കുന്നവരെക്കാട്ടിലും നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, കുറച്ചും കൂടെ മുന്നോട്ടേക്കും എത്തുകയാണ്. അപ്പോൾ ഇനിയുള്ള 90 ദിവസം നിങ്ങളൊരു 4 മുതൽ 5 മണിക്കൂർ വരെ കണ്ടെത്തി നല്ല പോലെ പഠിക്കുക. ഇനി റിസൾട്ടിൻ്റെ കാര്യം, എന്നാണ് റിസൾട്ട് വരുന്നത്? റിസൾട്ട് ഈ ജൂലൈ മാസത്തിൽ തന്നെ വരാനുള്ള ചാൻസാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ പരീക്ഷയുടെ അവസാന ഘട്ടം കഴിഞ്ഞത് എന്നാണ്? ജൂൺ മാസം 6-ാം തീയതിയാണ്. അതിനുശേഷം ഫൈനൽ കീയൊക്കെ വന്നിട്ട് കുറേയധികം ദിവസങ്ങളായി. അപ്പോൾ ജൂലൈയിൽ തന്നെ വരാനുള്ള ചാൻസ്, അതായത് ഈ 31-നകം വരാനുള്ള ചാൻസ്, കൂടിപ്പോയാൽ ഓഗസ്റ്റ് മാസത്തിലെ 1-ാമത്തെ ആഴ്ച എന്തുവായാലും റിസൾട്ട് വന്നിരിക്കും. അപ്പോൾ എൻ്റെ പേര് അതിൽ കാണും. ഇനി ഇല്ലെങ്കിൽ പോലും പോട്ടെ, ഞാൻ പഠിച്ച കാര്യങ്ങൾ എന്താണ്, VFയുടെ സിലബസിലുള്ളതാണ്. VFയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു എക്സാമിന് അത് പ്രയോജനപ്പെടും എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അതിന് എല്ലാവിധ സപ്പോർട്ടുകളുമായിട്ട് നമ്മുടെ ചാനലും ഒപ്പം കാണും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കൊരു 90 ദിവസത്തെ സ്റ്റഡി പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ 90 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്ന് ഈ വീഡിയോയുടെ അടിയിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ 90 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നൽകാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും വേഗം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്